ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കസിൻ്റെ കുഞ്ഞുവാവയ്ക്കൊരു ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഈ കാലാവസ്ഥയിൽ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തയ്ച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ തുണി 4ആയി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവല്ലേ, അധികം നീളമൊന്നും വേണ്ട. ഞാനൊരു 10 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പടക്കം ഞാനൊരു 10 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 5 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ താഴ്ഭാഗത്ത് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. താഴേക്ക് ഫുൾ ലെയറും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ കുറച്ച് വീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വളച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണേ. താഴേൽ കുറച്ച് ലെയറായി എടുക്കുമ്പോൾ ഫ്രോക്കിനൊക്കെ കാണാൻ ഒരു ഭംഗിയാവും. അപ്പോൾ നമുക്ക് ഞാൻ അതുപോലെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് കുറച്ചൊന്ന് കയറ്റി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. താഴെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 പീസായിട്ടുണ്ട്, ബാക്ക് പീസും ഫ്രണ്ട് പീസും. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ 2 ഞൊറിവൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്രോക്കാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ 3.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നീളം അളന്നെടുക്കാം. അപ്പോൾ 2 പീസാണ് ഇത്, 2 തുണിയാണ്, മുകളിലും താഴെയും ഉണ്ട്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് വീതിയിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമുക്കിതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്ന ഫ്രോക്കാണ്. ഇതുപോലെ നിങ്ങളോ വീട്ടിലും തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ഈ പീസ് ഞാൻ തുണിയുടെ മുകൾ ഭാഗത്ത്, അതായത് ചെസ്റ്റ് വരുന്ന ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 3 ഞൊറിവിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ഭാഗവും ഇതുപോലെ കപ്പ് വെച്ച് ഞൊറിവൊക്കെ ഇട്ട് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു കയറും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തായിട്ട് വേണം കയറ് വെക്കാൻ. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് അകലത്തിൽ ഒന്ന്
1 ഇഞ്ചല്ല 1.5 ഇഞ്ച് അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ തയ്യൽ തുമ്പും കൂടെ വരുമ്പോൾ അടുത്താവും, അതുകൊണ്ട് 1.5 ഇഞ്ച് എടുക്കണം. നമുക്ക് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചാൽ തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം വീതിയില്ലാത്ത പീസാണ് എടുക്കുന്നത്. 2 ഭാഗത്തേക്കും വേണ്ടിയിട്ട് ഈ പീസാണ്. ഇത് ഞാനൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം, എന്നിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയറൊക്കെ ഞാൻ തയ്ച്ച് കൊടുത്തതിന് ശേഷം സൈഡ് അടിച്ചതിന് ശേഷം ഞാൻ ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബോ കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.